ഈ പ്രോഗ്രാമിൽ നമ്മൾ മനസ്സിലാക്കുന്നത് RJ കിടിലം ഫിറോസ്, അദ്ദേഹം 927 പേരുകൾ ലഹരി മരുന്ന് അവർ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് മുമ്പ് അവർ ശപഥമെടുക്കുക, അത് കഴിഞ്ഞിട്ട് ശേഷമേ അദ്ദേഹം പുറത്ത് വരുള്ളൂ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു, എനിക്ക് സംശയമുണ്ടായിരുന്നു. അതിനുവേണ്ടി 140 മണിക്കൂർ അദ്ദേഹം 120 മണിക്കൂർ അദ്ദേഹം ഇതിനകത്ത് കടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം, ഈ 927 ആൾ ഇന്ന് തന്നെ വന്ന ശപഥമെടുത്താൽ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന് തിരിച്ച് പുറത്ത് ഈ ജയിലിൽ പുറത്ത് വരാം. അപ്പം ഞാൻ നാട്ടുകാരോട് അപേക്ഷിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിന് വെറുതെ എന്തിനും നമ്മുടെ ബുദ്ധിമുട്ടി വരുന്നത്. ഇപ്പോൾ തന്നെ 1-2 മണിക്കൂറിൻ്റെ ശബ്ദം എടുത്തിട്ട് പോയാൽ പുള്ളിയെ സ്റ്റുഡിയോയിൽ പോയി വേറെ ജോലിയൊക്കെ കൂടെ ചെയ്യാറുണ്ട്. ലഹരി മരുന്നിൻ്റെ കാര്യം സാറ് പറഞ്ഞു. സർക്കാരിൻ്റെയും കേരള സംസ്ഥാനത്തിൻ്റെയും ഈ ലഹരി മരുന്ന് നമ്മുടെ സമൂഹം നിന്ന് തീരെ മാറ്റാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് സാർ അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സൈസ് വകുപ്പ് മാത്രം വിചാരിച്ചാൽ സമൂഹം നിന്ന് ലഹരി മരുന്നിൻ്റെ ശല്യം നമുക്ക് മാറ്റാനാവില്ല. എല്ലാ മേഖലകളിൽ നമ്മളെല്ലാം ശ്രമിക്കേണ്ടതാണ്. അമ്മ അച്ഛന്മാർ അവരുടെ കുട്ടികളുടെ വളർത്തണം നോക്കുക. അവർ ലഹരി മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുക, തടയുക. ഡി അഡിക്ഷൻ സെൻറ്ററിന് സഹായം തേടുക. സ്കൂൾ ടീച്ചേഴ്സും സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, സ്കൂളിലാണെന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം അവർ തരുന്നത് സ്കൂളിലാണ്, സ്കൂൾ കോളേജുകളിലാണ്. ആ ടീച്ചേഴ്സും ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലും ഒക്കെ അവർ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അത് കർശനമായി നോക്കുക. അവരുടെ ഹോസ്റ്റൽ പരിശോധിക്കുക. അങ്ങനെ ഒരു ശല്യം പുറത്തെല്ലാം വന്നാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. കുട്ടിയെ ശാസിക്കുക. ഈ മരുന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നു ചോദിക്കുക. അമ്മ അച്ഛന്മാരെ വിളിക്കുക. അങ്ങനെ ചെയ്താൽ സ്കൂൾ കോളേജിൽ ശല്യം മാറ്റാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് മീഡിയൻ്റെ ഒരു റോൾ, മീഡിയനോട് ഞങ്ങൾ ഏതൊരു ചെറിയ കേസ് എടുത്താലും അവർ അപ്പോൾ തന്നെ അവർ TV അവർ ഇടാറുണ്ട്, ന്യൂസ് പേപ്പറിൽ അവർ അതിൻ്റെ ഇൻഫോർമേഷൻ അവർ തരാറുണ്ട്. ഇവിടെ ആ ബിഗ് FM തന്നെ ഈ ഫിറോസൊക്കെ കിടക്കുന്നത് ഏതൊരു ഉദ്ദേശം കൊണ്ടാണ്. കേരള സമൂഹം ലഹരി വിമുക്തമാവുക, ലഹരിയുടെ ഉപയോഗം അവിടെ പാടില്ല. എത്രയും ഒരു മനോഹരമായ നല്ല ഒരു സന്ദേശം കൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മീഡിയവും അവരുടെ നല്ല നമ്മുടെ പങ്ക് അവർ വഹിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്ത പണി മീഡിയ നന്നായിട്ട് നാട്ടുകാർക്ക് മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. TV ചാനലുകളായാലും ന്യൂസ് പേപ്പേഴ്സ് ആയാലും ഞാൻ അവരോട് ഈ കാര്യത്തിന് വേണ്ടി ഞാനിവിടെ ബഹുമാനിക്കുകയാണ്. കാരണം നമ്മൾ മാത്രം ജോലി ചെയ്താൽ, ആരും അറിയാതെ ജോലി ചെയ്താൽ നാട്ടുകാർക്ക് എങ്ങനെ അറിയും ഇവിടെ കേസുകൾ പിടിക്കുന്നുണ്ട്, ആളുകളെ പിടിക്കുന്നുണ്ട്. നല്ല കാര്യം ഇവിടെ ചെയ്യുന്നു. പിന്നെ ബിഗ് FM-കാർ ഇതൊരു വലിയൊരു പരിപാടിയാണ്. ഞാൻ അവരോടും ഞാൻ നല്ല വാക്കുകൾ പറയുന്നു. കാരണം അവരുടെ ഈ ശ്രമം കൊണ്ട് എനിക്ക് തോന്നുന്നു സ്കൂൾ കോളേജുകളിലും അവരുടെ ഈ സന്ദേശമായിട്ട് അവർ ഇന്ന് മുതൽ പോവുകയാണ്. നല്ല കാര്യമാണ്. അവരുടെ ഈ പരിപാടി ഒരു വലിയ രീതിയിലൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, പിന്നെ ലഹരീൻ്റെ കാര്യം സാറ് പറഞ്ഞു, ശരിയാണ്. നമ്മുടെ മരുന്ന് കൊണ്ടുള്ള ലഹരി ചിലപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു ഡോക്ടറാണ്. ഐ ഡോണ്ട് സ്മോക്ക്, ഐ ഡോണ്ട് ഡ്രിങ്ക്. പക്ഷേ ഈ മരുന്നുകളെ കൊണ്ട് മാത്രമേ ലഹരി കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ലഹരി എനിക്ക് കിട്ടുന്നുണ്ട്. സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ലഹരി എനിക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ട് 18 മണിക്കൂർ ജോലി ചെയ്യാനുള്ള അതിൻ്റെ ഒരു ലഹരി നമുക്ക് കിട്ടുന്നുണ്ട്. കുട്ടികളുടെ സ്കൂൾ കോളേജിൽ പോയി അവരോട് സംസാരിച്ച് കുട്ടികളുടെ മുഖത്തിൽ സന്തോഷം കാണുമ്പോഴും എനിക്ക് ലഹരി കിട്ടുന്നുണ്ട്. ലഹരി നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലഹരി ആർക്കും വേണമെങ്കിൽ അത് ആസ്വദിക്കാം. മരുന്ന് കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മദ്യം കൊണ്ടോ ആ ലഹരി നമുക്കാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ ഫിറോസ് നമ്മുടെ ഈ ലാൽ സലാം സിനിമയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട്, ആക്ടർ മോഹൻലാലിൻ്റെ, കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഒരു കള്ളൻ പോലീസായിട്ട് കളിക്കാം എന്നിട്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ഈ പ്രോഗ്രാം വളരെ ഒരു വിജയമായിട്ട് മാറട്ടെ.
എന്നെ ആശംസിച്ചത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.